നമ്മുടെ ബെസ്റ്റ് ടൂൾ വാറണ്ടിയിൽപ്പെട്ട ഒരു ജാക്കിയാണ്. എനിക്ക് തോന്നുന്നത് മൂന്നാമത്തെ സർവീസ്, എനിക്ക് 5ാമത്തെ വർഷമാണ് ഈ ജാക്കിന്ന് തോന്നുന്നു. അപ്പോൾ ഈ സാധനത്തിന് നമ്മുടെ ജാക്കി ആയിരുന്നില്ല, നമ്മളിതിൻ്റെ സർവീസ് ഇട്ടിട്ട് പിന്നെ ഉള്ള സംഭവങ്ങളാണ്. വലിയ കുഴപ്പമൊന്നുമില്ലത്. ഈ പ്രാവശ്യം വീലൊക്കെ മാറ്റി സെറ്റപ്പായിട്ട് മാർച്ചിലാണ് സർവീസ് ചെയ്ത് 2 മാസം വാശാൻ പറഞ്ഞു. ഇത് റിലീസ് വാലിനടുത്ത് ഭയങ്കരമായിട്ട് ഓയിൽ ലീക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ സാധാരണ ഇതിൽ ഗ്രോസിന് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരാറില്ല. ബ്ലൂ പോയിന്റിനും നമ്മളുടെ സർവീസ് സെൻ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ 1 വർഷത്തേക്ക് സാധാരണ ഇതിൽ പ്രശ്നങ്ങൾ വരാറില്ല. ഇനി വന്നാൽ തന്നെ നമ്മുടെ ടെക്നീഷ്യൻ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുത്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ വരാറുള്ളൂ. അതേപോലെ തന്നെ പുള്ളിനെ കാണിച്ചു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു ഇതിൻ്റെ റിലീസ് വാല്യൂ അമിതമായി തിരിച്ചിട്ട് ഊരിപ്പോകുന്നതാണ്. അപ്പോൾ അവർക്കത് വിശ്വാസമായില്ല. പക്ഷേ ആശാനോട് പറഞ്ഞു കൊടുത്ത് അത് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റ് 2ാമത് ഇൻസേർട്ട് ചെയ്ത് ബാക്കി ഓയിൽ ഒഴിച്ച് കഴിഞ്ഞപ്പോൾ സാധനം സൂപ്പറായിട്ട് വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ വർത്തമാനത്തിനോട് കൂടുതൽ തിരിച്ചതിൻ്റെ പേരിലാണ് ഈ സംഭവിച്ചതെന്നാണ് നമ്മുടെ ടെക്നീഷ്യൻ പറയുന്നത്. പക്ഷേ ഈ ഗ്രോസിൻ്റെ ജാക്കിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതൊക്കെ നമ്മൾ റിലീസ് ചെയ്താലും വളരെ പതുക്കെ ഈ ജാക്കി താഴുള്ളൂ. സാധാരണ ചൈന ജാക്കി പോലെ ടപ്പ് എന്ന് പറഞ്ഞ് താഴില്ല. അതിൻ്റെ സിസ്റ്റം അങ്ങനെയാണ്. അപ്പോൾ ബ്രാൻഡഡ് ജാക്കികളുടെയൊക്കെ റിലീസിന് അങ്ങനെയാണ്, നമ്മൾ സ്ലോ ആയിട്ട് അവർ റിലീസ് ചെയ്യുള്ളൂ. അത് സേഫ്റ്റിയുടെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ താഴുന്നില്ലെന്ന് പറഞ്ഞാൽ ഒരുപാട് തിരിക്കാൻ നിൽക്കണ്ട. ഒന്ന് തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ സാധനം താഴാൻ തുടങ്ങും. എന്നല്ലെങ്കിൽ ഒന്നും കൂടി തിരിക്കുക, അല്ലാതെ തിരിച്ച് കുളമാക്കരുത്. ഇതിൻ്റെയൊക്കെ റിലീസ് വാല്യൂന് മാത്രം 2500 രൂപ വില വരും.